ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഹലോ. അതെ. അതെ അതെ. സോ നമ്മൾ ലാസ്റ്റ് ഡേ എസ് വി എമ്മിലെ ഹൗസ് പ്രൈസ് പ്രൊഡിക്ഷൻ ആയിരുന്നല്ലോ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ എസ് വി എമ്മിൻ്റെ കേസിൽ നമ്മൾ പ്രൊഡിക്ഷൻസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതിൽ തന്നെ നമ്മൾ കേണൽസ് പറഞ്ഞിട്ടുണ്ടായില്ലേ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായില്ലല്ലോ. കേണൽ എന്താണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നമ്മളിവിടെ കേണൽ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ കേണൽ പോളി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ RBF കൊടുത്തിട്ടുണ്ട്, ലീനിയർ കൊടുത്തിട്ടുണ്ട്. എന്തായി കേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടേം ആണ്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടേം ആണ് കേണൽ എന്ന് പറയുന്നത്. RBF നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്താണ് സപ്പോർട്ട് വെക്ടറിൽ സപ്പോർട്ട് വെക്ടറിന്റെ മോഡലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന SVC അല്ലെങ്കിൽ എന്താണ് SVRലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സൈക്കിൾ ലേണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈക്കിൾ ലേണിന്റെ ആ ഒരു ലൈബ്രറിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കേണൽസ് ആണിത്. അതായത് നമുക്ക് SVM മോഡൽസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കേണൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഓരോന്നും ഓരോ ഡിഫറെന്റ് ഫങ്ഷനാലിറ്റീസ്, ഡിഫറെന്റ് കേണൽസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് കേണൽ ഫങ്ഷൻസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. സോ നമ്മുടെ ഇൻപുട്ട് ഡാറ്റേനെ കുറച്ച് ഹയർ ഡയമെൻഷണൽ സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എന്താ പറയുക ഹൈപ്പർ ലൈനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഹൈപ്പർ ലൈൻ വരച്ചിട്ടൊക്കെയാണ് ഇതിന്റെ സപ്പോർട്ട്, ലൈക്ക് ഈ ഒരു സ്പ്ലിറ്റിങ് നടത്തുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ക്ലാസിഫയറിന്റെ കേസ് കൺസിഡർ ചെയ്യാം. സോ അത് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാറ്റേനെ എന്താക്കും, കുറച്ചും കൂടി ഹയർ ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ അതിനെയാണ് എന്ത് പറയുന്നത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഈ കേണൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി കേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാത്തമാറ്റിക്കൽ ഫങ്ഷൻ ആണ് ഈ കേണൽ എന്ന് പറയുന്നത്. ഓക്കെ. സോ അതിൻ്റെ ബിഹൈൻഡിൽ കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഡാറ്റ പോയിന്റ്സ് എടുക്കും, അതായത് 2 ഇൻപുട്ട് ഡാറ്റ എടുക്കും, ഡാറ്റ പോയിന്റ് എടുക്കും. ദെൻ എന്താണ് ഒരു സിമിലാരിറ്റി സ്കോറിന്റെ ഒരു സിമിലർ ആയിട്ടൊരു ഡാറ്റ നമുക്ക് തിരിച്ചു തരുകയും ചെയ്യും. അതായത് നമ്മുടെ SVMന്റെ നോൺ ലീനിയർ റിലേഷൻഷിപ്പിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നമുക്ക് നോൺ ലീനിയർ ആയിട്ടുള്ള ഡാറ്റാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്, അതിനെ എന്ത് ചെയ്യും, ഹയർ ഡയമെൻഷണൽ സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഇംപ്രൊവൈസ്ഡ് ആക്കിയിട്ട് ആ ഒരു വേരിയേഷൻ അത്ര നമ്മുടെ മോഡലിലേക്ക് റിഫ്ലക്ട് ചെയ്യാത്ത രീതിക്ക് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റെപ്പാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ കേണല് ലീനിയർ ആവുന്ന കേസിൽ എന്താണ്, ലീനിയർലി സെപ്പറബിൾ ആണോ എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു ഹൈപ്പർ ലൈൻ അല്ലെങ്കിൽ ഒരു ഹയർ ഡയമെൻഷൻസ് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കേണല് ലീനിയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ SVC എന്ന് പറയുന്ന ആ ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ SVR ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റിഗ്രഷൻ ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, കേണല് അസൈൻ ചെയ്ത് കൊടുക്കും. കുറച്ചും കൂടി സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ആണ് ഇത് പറയുന്നത്. ലീനിയർ എന്ന് പറയുന്ന കേണൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് ഓൾറെഡി ലീനിയർലി സെപ്പറബിൾ ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഒരു കേണലാണ് ഏത്, ലീനിയർ കേണൽ എന്ന് പറയുന്നത്. ഇനി പോളി ആണെങ്കിൽ ഒരു പോളിനോമിയൽ നേച്ചർ ആണെങ്കിൽ, അതായത് നമ്മുടെ റിലേഷൻഷിപ്പ് ഫീച്ചേഴ്സും ലേബൽസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ നേച്ചർ ആണെങ്കിലാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുക. ദെൻ ഇതിൽ എന്തായിരിക്കും, ഒരു ഇക്വേഷൻ കോമ്പിനേഷൻസിന്റെ ഫീച്ചേഴ്സിന്റെ കോമ്പിനേഷന്റെ ഒക്കെ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് K(x, x dash എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യില്ലേ, ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. മെയിൻലി ഇതിൽ കൺസിഡർ ചെയ്യുന്നത് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്കെയിലാർ നമ്മുടെ ഫാക്ടറിനെ സ്കെയിൽ ചെയ്യും. ഡീഫോൾട്ട് ആയിട്ട് 1/n ഫീച്ചേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ കോയിഫിഷ്യന്റ് ഇന്റർസെപ്റ്റർ എന്നാണ് അതിനെ പറയുക, കോയിഫിഷ്യന്റും അതേപോലെ തന്നെ പോളിനോമിയലുടെ ഡിഗ്രിയും വെച്ചിട്ട് നമ്മൾ മാത്തമാറ്റിക്കലുള്ള ചെറിയ കാൽക്കുലേഷൻ ആണിത്. സോ ആ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ ഒരു പോളി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉള്ളത് ഓവർ ഫിറ്റിങ്ങിന്.
ഡിഗ്രി ഭയങ്കര ഹൈ ആണ് എന്നുണ്ടെങ്കിൽ, ഭയങ്കര ഹൈ ഡയമെൻഷണൽ പോളിനോമിയൽ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഓവർ ഫിറ്റിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മൾ പോളി യൂസ് ചെയ്യുന്ന കേസിൽ. ഇനി നെക്സ്റ്റ് RBF ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗോഷ്യൻ എന്ന് പറയും. ഗോഷ്യന്റെ തിയറി ഒക്കെ നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കാൻ ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വർക്കിംഗ് വരുന്നത്. അതായത് റിലേഷൻഷിപ്പും ഫീച്ചേഴ്സും തമ്മിലുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോൺ ലീനിയർ ആണെന്നുണ്ടെങ്കിൽ, ഹൈലി നോൺ ലീനിയർ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ കേർണലിനെ മാപ്പ് ചെയ്ത് സാമ്പിൾസ് എടുത്തതിന് ശേഷം അതിന്റെ ഡയമെൻഷണൽ സ്പേസ് എന്ത് ചെയ്യും, ചെക്ക് ചെയ്ത് നോക്കും. ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ് അവിടെ ചെയ്യുന്നത്. അതിൽ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. സോ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് RBF തന്നെയാണ്. ദെൻ നോൺ ലീനിയർ പ്രോബ്ലംസിനൊക്കെ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് RBF തന്നെയാണ്. ബട്ട് നമ്മുടെ ഡാറ്റ ലീനിയർലി സെപ്പറബിൾ ആണെങ്കിൽ എന്താണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുക, ലീനിയർ കേർണൽ ആയിരിക്കും. കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കേർണലാണ് ലീനിയർ എന്ന് പറയുന്നത്. പോളിന്റെ കേസിൽ ലീനിയർ ഡാറ്റയിൽ പോളിയും RBFും ലീനിയർലി സെപ്പറബിൾ ആയിട്ടുള്ള ഡാറ്റയിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവില്ല. ബട്ട് പോളി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പോളിനോമിയൽ പാറ്റേൺ നല്ലപോലെയുള്ള ഒരു ഡാറ്റ ആണെങ്കിൽ നമുക്ക് പോളി യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നോൺ ലീനിയർ ട്രെൻഡ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ RBF എന്ന് പറയുമ്പോൾ കോംപ്ലെക്സ് ആയിട്ടുള്ള നോൺ ലീനിയർ ബൗണ്ടറീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് RBF ആണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുക. ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് RBF ആണ്. നമ്മൾ ആ ഒരു ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് കുറച്ചും കൂടി സ്പീഡായിട്ടും ഇന്റർപ്രിറ്റബിൾ ആയിട്ടൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീനിയർ യൂസ് ചെയ്യാം. നമ്മൾ പോളിനോമിയൽ പാറ്റേൺ ആണ് സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പോളി ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഡാറ്റ കോംപ്ലെക്സ് ഡാറ്റ ആണ്, നോൺ ലീനിയർ ഒക്കെ ആയിട്ടുള്ള ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ RBF യൂസ് ചെയ്യാം കേട്ടോ. ഡിഫോൾട്ട് ചോയ്സ് ആണ് RBF എന്ന് പറയുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. കേർണൽസ് എന്താന്നുള്ള പക്ഷെ ഒരു ഐഡിയ. കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും ഉണ്ട്, അത് നമ്മളിതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. നമ്മുടെ ഡാറ്റേൻ്റെ ഡയമെൻഷൻസ് കുറച്ചും കൂടി, ഡയമെൻഷണൽ സ്പേസ് കുറച്ചും കൂടി ഹയർ ആക്കുന്നു. അതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇന്ന് നെയ്വ് ബേസ് എടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. സൂപ്പർവൈസറിൽ പോകുന്നുണ്ട്. ന്യൂ ഫോൾഡർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അൽഗോരിതം ആണ് നെയ്വ് ബേസ് യൂസ് ചെയ്യുന്നത്. ബേസ് തിയറം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ നെയ്വ് ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിൻ്റെ നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ പറഞ്ഞതുപോലെ നെയ്വ് ബേസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം തന്നെയാണ്. ബട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക, നെയ്വ് ബേസ് യൂസ് ചെയ്യുക കേട്ടോ. സോ ബേസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാ ഫീച്ചേഴ്സും എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ദെൻ ഒരു ക്ലാസ് ലേബിൾ ഉണ്ടാവും. സോ നമ്മുടെ ടാർഗറ്റ് കോളം എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. സോ ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടാവും നമ്മുടെ ഔട്ട്പുട്ടായിട്ട്, ടാർഗറ്റ് കോളമായിട്ട്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്യാം. സോ അപ്ലോഡ് കൊടുക്കുന്നുണ്ട്. എംപ്ലോയി ഡാറ്റ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എംപ്ലോയി വേണ്ട, നമുക്ക് ടൈറ്റാനിക് നോക്കാം. പുതിയൊരു ഡാറ്റ സെറ്റ് എടുക്കാം. സോ ഈ ടൈറ്റാനിക് ഡാറ്റ എടുക്കുന്നുണ്ട്. അതേപോലെ ആമസോണും കൂടി ഇമ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. സ്ക്രോൾ ചെയ്യുക, കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഫയലും കൂടി സെലക്ട് ചെയ്താൽ രണ്ടും സെലക്ട് ആവും കേട്ടോ. ദെൻ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ രണ്ടും CSV ഫയൽസ് നമുക്ക് ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ടൈറ്റാനിക് ചെയ്ത് നോക്കാം. ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. എന്ത് കൊടുക്കുക, ടൈറ്റാനിക് പ്രോബ്ലം എന്നോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ ടൈറ്റാനിക് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. ഓക്കെ ഓക്കെ, A വന്നില്ല അല്ലേ, ആഡ് ചെയ്യാം.
ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, ദെൻ റീനെയിം ചെയ്യുന്നുണ്ട്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നെയിം ബേസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ ടെക്നിക്കാണ്, നമ്മൾ ബേസ് തീരം വെച്ചിട്ടാണ് അതിന്റെ വർക്കിംഗ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബേസ് തിയറം എന്താണെന്ന് അറിയാവോ? കേട്ടിട്ടുണ്ടോ? P of A by B എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ, P of A by B equal to P of B by A dot P of A by P of B കേട്ടിട്ടുണ്ടോ? സോ ആ ഒരു ഇക്വേഷന്റെ ബേസിസിലാണ് കേട്ടോ അതിന്റെ വർക്കിംഗ് വരുന്നത്. ജസ്റ്റ് അതൊന്ന് കമന്റ് ചെയ്തിടാം. ഓക്കെ, ന്യൂ ബേസ് ക്ലാസിഫയർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നെക്സ്റ്റ് ലൈനിൽ സ്റ്റാർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നായിട്ട്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ടെക്നിക്കാണ്. ക്ലാസിഫിക്കേഷൻ ടെക്നിക് ഇതിന് വേണ്ടിയിട്ടാണ്, ബേസ്ഡ് ഓൺ നമ്മൾ ബേസ് തിയറം യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. സോ ബേസ്ഡ് ഓൺ എന്താണ് ബേസ് തിയറം നമ്മുടെ ആ ഒരു ഇക്വേഷൻ ആണ്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കി വെക്കാന്ന് മാത്രം. P of കൊടുക്കുക A by B ഈക്വൽസ് എന്താണ് ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കുക. എന്തായിരിക്കും? P of B by A ഡോട്ട് P of A കൊടുക്കുന്നുണ്ട്. ദെൻ അത് ബൈ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വരും, ബൈ എന്ത് കൊടുക്കുന്നുണ്ട്? P of B വരും. ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ബേസ് തിയറത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു റിലേഷൻ അനുസരിച്ചിട്ട് വാരി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇഫ് there is multiple conditions then the equation will change according to the relation with A. A എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു വേരിയബിൾ കൺസിഡർ ചെയ്യുന്നതാണ് കേട്ടോ. And there is no relation between ഇതാണ് ബിയും സിയും ഡിയും തമ്മിൽ റിലേഷൻ ഒന്നും ഉണ്ടാവില്ല. ബട്ട് എയുമായിട്ടുള്ള റിലേഷനാണ് നമ്മളവിടെ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അങ്ങനെ എയും ബിയും സിയും ഒക്കെ വരുന്ന കേസസിലാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ചേഞ്ച് ആവും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ പി ഓഫ് എന്ത് കൊടുക്കുക എ ബൈ ബി കോമ എന്ത് വരും? സിയും അതേപോലെ ഡിയും കൂടെ വരും. ദെൻ ഈക്വൽസ് പി ഓഫ് എന്ത് വരും? ബി ബൈ എ ഡോട്ട് ഓരോന്നും തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പി ഓഫ് ഇത് വരും ഇക്വേഷൻ സി ബൈ എ വരും. ഡോട്ട് ഡി ഉണ്ടെങ്കിൽ പി ഓഫ് ഡി ബൈ എ വരും. സോ അതും കൂടി ആഡ് ചെയ്യാം. പി ഓഫ് ഇത് കൊടുക്കുക ഡി ബൈ എ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് ഡോട്ട് പി ഓഫ് എയും കൂടെ വരും. ഇനി ഇതിനെല്ലാത്തിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? പിക്ക് മുമ്പ് ഒരു ബ്രാക്കറ്റും കൂടെ വേണ്ടി വരും. ബിക്കോസ് ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഇതല്ലേ. അതുകൊണ്ടാണ് നമ്മൾ മോസ്റ്റ്ലി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. 2 ബ്രാക്കറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ബൈ ഉണ്ട്. എന്നിട്ട് എന്ത് കൊടുക്കുക? പി ഓഫ് ബി ഡോട്ട് പി ഓഫ് സി ഡോട്ട് എന്ത് കൊടുക്കുക? പി ഓഫ് ഡിയും കൂടി കൊടുക്കുക. പി ഓഫ് ഡിയും കൂടി കൊടുക്കുക. സോ എല്ലാത്തിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഡോട്ടിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. സോ ഇതാണ് നമ്മുടെ മൾട്ടിപ്പിൾ
എന്താണ് എയും ബിയും അല്ലാതെ മൾട്ടിപ്പിൾ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എയും ആയിട്ടുള്ള റിലേഷൻ ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുക. ബിയും സിയും ഡിയും തമ്മിൽ റിലേഷൻ ഉണ്ടാവില്ല. സോ എന്താണ് ഓരോ പോയിന്റ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്തായിരിക്കും നമ്മുടെ ഇക്വേഷനിൽ ചേഞ്ച് വരും. സോ ഇതിൽ മെയിൻ ആയിട്ട് 2 ടൈപ്പാണ് പറയുക. ഒരെണ്ണം ഗോഷ്യൻ ഉണ്ട്, ഗോഷ്യനും അതേപോലെ തന്നെ മൾട്ടിനോമിയലും ഉണ്ട്. ഇതാണ് 2 ടൈപ്പ് വരുന്നത്. സോ ഗോഷ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ മൾട്ടിനോമിയൽ എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. സോ യൂസ്ഡ് ഫോർ ഹാൻഡ്ലിംഗ് ടെക്സ്റ്റ് ഡാറ്റ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ ഗോഷ്യൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോണത്. ടെക്സ്റ്റ് ഡാറ്റ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ മൾട്ടിനോമിയൽ ആണ് യൂസ് ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ടെക്സ്റ്റ് ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോരിതം ആണ് നെയിം ബേസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് ആദ്യം ഇമ്പോർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട് പാണ്ടാസ് ആസ് പി ഡി കൊടുക്കുക. ദെൻ നമുക്ക് വേണ്ടുന്ന ലൈബ്രറീസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് വേണം, അതേപോലെ വിഷ്വലൈസേഷൻ വേണ്ടി വരും. സോ എല്ലാം ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഫസ്റ്റ് ഇമ്പോർട്ട് matplotlib.pyplot കൊടുക്കുന്നുണ്ട്. pyplot ആസ് പി എൽ ടി കൊടുക്കുക. അതേപോലെ ഇമ്പോർട്ട് seaborn as SNS കൊടുക്കുക. സോ seaborn കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. സോ ഫ്രം ഇത് കൊടുക്കുക sklearn ഡോട്ട് model underscore selection import കൊടുക്കുക train underscore test underscore split കൊടുക്കുക. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. അണ്ടർസ്കോറിന് പകരം അണ്ടർസ്കോർ. ഓക്കെ, സോ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ലേബിൾ എൻകോഡർ, അതായത് കാറ്റഗോറിക്കൽ കോളംസ് ഉണ്ടെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ ലേബിൾ എൻകോഡറിനെയും ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം ഇത് കൊടുക്കുക sklearn ഡോട്ട് പ്രീ പ്രോസസ്സിംഗ് ഇമ്പോർട്ട് label encoder. Then നെയിം ബേസിന്റെ ഗോഷ്യൻ ഇമ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ കൺഫ്യൂഷൻ മെട്രിക്സ്, ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടൊക്കെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ. സോ ഫ്രം sklearn ഡോട്ട് നെയിം അണ്ടർസ്കോർ ബേസ് ഇമ്പോർട്ട്. നമ്മൾ ഗോഷ്യനാണ് ഇപ്പോൾ ചെയ്ത് നോക്കാൻ പോകുന്നത്, ടെക്സ്റ്റ് ഡാറ്റ അല്ല. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഗോഷ്യൻ നെയിം ബേസിൻ്റെ ഷോർട്ട് ഫോം ആണ് NB. സോ ഗോഷ്യൻ നെയിം ബേസിന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൺഫ്യൂഷൻ മെട്രിക്സ് ആണ്. സോ ഫ്രം sklearn ഡോട്ട് മെട്രിക്സ് ഇമ്പോർട്ട് കൊടുക്കുക കൺഫ്യൂഷൻ അണ്ടർസ്കോർ മെട്രിക്സ് ക്ലാസിഫിക്കേഷൻ ഡാറ്റയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് യൂസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കപ്പോൾ ഹാൻഡിൽ ചെയ്യാം. നമ്പയും കൂടി ഇമ്പോർട്ട് ചെയ്യാം. ഔട്ട് ലെയേഴ്സ് ഉണ്ടെങ്കിൽ അത് ആവശ്യം വരും. ഇമ്പോർട്ട് numpy as np കൂടെ കൊടുക്കുന്നുണ്ട്. ദെൻ അതൊന്ന് റൺ ചെയ്യാം.
ഓക്കെ, നമ്മൾ ഇമ്പോർട്ട്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എന്താണ്, ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്യാന്നുള്ള. നമ്മളിപ്പോൾ ടൈറ്റാനിക് ആണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ ഇത് കൊടുക്കുക, ഡാറ്റ ഈക്വൽസ് PD ഡോട്ട് റീഡ് അണ്ടർസ്കോർ CSV കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോച്ചിൽ കൊടുക്കുക ടൈറ്റാനിക് ഡോട്ട് CSV കൊടുക്കുക. തന്നെ ആ ഒരു ഫയൽ നെയിം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ടൈറ്റാനിക് തന്നെയാണ്, എല്ലാം ലോവർ കേസ് ആണ്, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് എന്താണ്, റൺ ചെയ്യുക. നെക്സ്റ്റ് സെല്ലിൽ ഡാറ്റ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ടൈറ്റാനിക്കിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം എത്ര പേര് സർവൈവ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ടാർജറ്റ് കോളം വരിക. സർവൈവ്ഡ് ആണ് നമ്മുടെ ടാർജറ്റ് കോളം വരിക കേട്ടോ. ഒരു പാസഞ്ചറിന്റെ നമ്പറോ ഐഡിയോ എന്താണെന്ന് തോന്നുന്നു. നെയിമും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെയിമാണ് അല്ലേ, നെയിമുണ്ട്. അതേപോലെ ക്ലാസസ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. സെക്സ് നമുക്ക് കാറ്റഗറികളിൽ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ടിക്കറ്റ്സ് ഉണ്ട്, അതേപോലെ ഫെയർ, ക്യാബിൻ, നാനൊക്കെ ഉണ്ട്. നൾ വാല്യൂസ് ഉണ്ട് ഇവിടെ. സോ ഇവിടെയും കുറച്ച് അൽഫബറ്റ്സ് ആൻഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കോളംസ് ഒക്കെ ഉണ്ട്. സർവൈവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ടാർജറ്റ് കോളം എന്ന് പറയുമ്പോൾ എന്താണ്, സർവൈവ്ഡ് ആണ്. സോ നമുക്ക് ജസ്റ്റ് കോളം നെയിം ഒക്കെ എടുക്കാം. അതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത കോളംസ്, അതായത് ടിക്കറ്റ് നമുക്ക് ആവശ്യമില്ല പ്രഡിക്ഷന് വേണ്ടിയിട്ട്. സർവൈവ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ ടിക്കറ്റ് ബേസിസിലല്ലല്ലോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ടിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. അതേപോലെ നെയിം നമുക്ക് ആവശ്യമില്ല. ദെൻ ഫെയർ എത്ര കൊടുത്തു എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ക്യാബിനിൽ ഒത്തിരി നൾ വാല്യൂസ് ഉണ്ട്, നമുക്ക് നോക്കാം ഇതിൽ. അതേപോലെ എംബാർക്കും നമുക്ക് കുറച്ച് കോളംസ് ഡ്രോപ്പ് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ കോളം നെയിംസ് നോക്കാം. ഡാറ്റ ഡോട്ട് കോളംസ് കൊടുക്കുന്നുണ്ട്. പാസഞ്ചർ ID അതും നമുക്ക് ആവശ്യമില്ല, ബിക്കോസ് ID ബേസിസിലല്ല നമ്മൾ കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. എന്തായാലും ഡ്രോപ്പ് ചെയ്യാൻ പോവാം ആ കോളംസിന്. സോ നൾ വാല്യൂസ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ട്, നമുക്കറിയാം ആ ഒരു കോളത്തിൽ ഒത്തിരി നൾ വാല്യൂസ് വരുന്നുണ്ട്. ഡോട്ട് സം കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, റൺ ചെയ്യുക. ക്യാബിനിൽ 600 സംതിങ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഏജിലാണ് അല്ലെ, എംബാർക്കിലും വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഈ നെയിം കളയും. അതേപോലെ ടിക്കറ്റ്, ഫെയർ, ക്യാബിൻ, എംബാർക്ക് ഇത്രയും കോളംസിനെ നമ്മളിപ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുക്കുക. പാസഞ്ചർ ID നെയിം എന്നുള്ളത് കോപ്പി ചെയ്യുക. ഇവിടെ തൊട്ട് ഇത്രയും ഡാറ്റ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് ടിക്കറ്റ്, ഫെയർ, ക്യാബിൻ, എംബാർക്ക്ഡ് ഇത്രയും ഡീറ്റെയിൽസ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ പാസഞ്ചർ ID കൊടുത്തിട്ടുണ്ട്, നെയിം കൊടുത്തിട്ടുണ്ട്, ടിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഫെയർ, ക്യാബിൻ, എംബാർക്ക്ഡ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ കൊടുക്കുക. ആക്സസ് ഈക്വൽസ് 1 കൂടി കൊടുക്കണം. അതായത് കോളം വൈസ് ആണ് ഡ്രോപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. റൺ ചെയ്യുക. സോ ആ ഒരു ഡ്രോപ്പിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ ഇനിയുള്ള കോളംസിൽ നൾ വാല്യൂസ്, ഡാറ്റേൻ്റെ ഹെഡ് ഒന്ന് നോക്കാം. ഡാറ്റ ഡോട്ട് ഹെഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഡാറ്റ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്സിസ് ഈക്വൽസ് 1 അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റേനെ വേറെ വേരിയബിളിലേക്ക് കീപ്പ് ചെയ്താലും മതി. നമുക്ക് തൽക്കാലം DFക്ക് ആക്കാം. ഇവിടെ മാറ്റിയിട്ട് DF ആക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സോ കംപ്ലീറ്റ്ലി നമ്മൾ കളയുന്നില്ല, ബട്ട് നമ്മളതിൽ ആ ഒരു കോപ്പി കീപ്പ് ചെയ്യാനും പറ്റും. സോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇൻ പ്ലേസ് ഈക്വൽസ് ട്രൂ കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ DFക്ക് അസൈൻ ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. DF ഡോട്ട് ഹെഡ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിവിടെ കാറ്റഗറിക്കൽ കോളം ആയിട്ട് ഈ സെക്സ് എന്ന് പറയുന്ന കോളം മാത്രമാണ് കാറ്റഗറിക്കൽ കോളം ഉള്ളത്. സോ നമുക്ക് ലേബിൾ എൻകോഡിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലേബിൾ എൻകോഡർ. സോ
ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗോറിക്കൽ കോളത്തിനെ ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാം. സ്ക്രോളിങ് ചെയ്യുന്നുണ്ട്. എന്ത് കൊടുക്കുക, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. _6 ഈക്വൽസ് എന്ത് കൊടുക്കുക, ലേബൽ എൻകോഡർ കൊടുക്കുക. ഫങ്ഷൻ ബ്രാക്കറ്റ്സിൽ ഒന്നും കൊടുക്കണ്ട. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, df സ്ക്വയർ ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിൽ കോളം നെയിം കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഈക്വൽസ് ഒബ്ജക്റ്റിൻ്റെ പേര് _sex കൊടുക്കുക. ഡോട്ട് ഫിറ്റ് ട്രാൻസ്ഫോം കൊടുക്കുക. ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക. ദെൻ ഫങ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, കോളം നെയിം ഒന്നും കൂടി ഡാറ്റയല്ല df കൊടുക്കുന്നുണ്ട്. dfൻ്റെ തന്നെ മതി. ഡാറ്റ വേണമെങ്കിൽ കൊടുക്കാം, അവിടെ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സെല്ലിൽ കൊടുക്കാം. df ഡോട്ട് ഹെഡ് ചെക്ക് ചെയ്ത് നോക്കുക ആ ഒരു ചേഞ്ചസ് ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ടോ. കോളം നെയിമിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. കേസ് അപ്പർ കേസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഡാറ്റ ഡോട്ട് കോളംസ് ഒക്കെ നോക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. സോ ലേബിൾ എൻകോഡർ വർക്ക് ആയിട്ടുണ്ട്. ദെൻ df ഒന്ന് എടുത്ത് നോക്കാം. സോ എൻ്റെ വാല്യൂസിന് എന്താക്കിയിട്ടുണ്ട്, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡി ടൈപ്പ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ df ഡോട്ട് ഡി ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം, എല്ലാം ന്യൂമറിക്കലാണ്. അതേപോലെ ഡാറ്റ ഡോട്ട് ഈസ് നല്ല ചെക്ക് ചെയ്ത് നോക്കുക. ഡോട്ട് സമ്മും കൂടി കൊടുക്കാൻ മറക്കരുത്. റൺ ചെയ്ത് നോക്കാം. സോറി, ഡാറ്റ അല്ല df ആയിരുന്നു. df കൊടുക്കുന്നുണ്ട്, ദെൻ റൺ ചെയ്യുന്നുണ്ട്. ഏജിൽ 177 കോളംസ് നൾ വാല്യൂസ് വരുന്നുണ്ട്. സോ നമുക്കത് എന്ത് ചെയ്യാം, സിമ്പിൾ ഇമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട്, അതായത് മീൻ വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ സിമ്പിൾ ഇമ്പ്യൂട്ടർ നമ്മൾ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. നമ്മളെപ്പോഴും ഒക്കെയാണ് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളത്. സോ സിമ്പിൾ ഇമ്പ്യൂട്ടർ വെച്ചിട്ട്, ഒരു വെറൈറ്റിക്ക് സിമ്പിൾ ഇമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഫ്രം sklearn ഡോട്ട് ഇമ്പ്യൂട്ട് ഇത് കൊടുക്കുക, ഇമ്പോർട്ട് സിമ്പിൾ ഇമ്പ്യൂട്ടർ കൊടുക്കുന്നുണ്ട്. റൺ ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ട്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ഇതിന് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. സോ ഇമ്പ്യൂട്ടർ ഈക്വൽസ് എന്ത് കൊടുക്കുക, സിമ്പിൾ ഇമ്പ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ കൊടുക്കുക. സിമ്പിൾ ഇമ്പ്യൂട്ടർ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഏത് സ്ട്രാറ്റജി ആണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൊടുക്കുക. സോ സ്ട്രാറ്റജി ഈക്വൽസ് മീനാണ് യൂസ് ചെയ്യുന്നത്. സോ മീൻ കൊടുക്കുന്നുണ്ട്. സോ അത് റൺ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സെല്ലിൽ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, കോളം നെയിം കൊടുക്കുക. ഈക്വൽസ് നമ്മുടെ ഇമ്പ്യൂട്ടറിൻ്റെ ഒബ്ജക്റ്റ്, സിമ്പിൾ ഇമ്പ്യൂട്ടറിൻ്റെ ഒബ്ജക്റ്റ് നെയിം കൊടുക്കുന്നുണ്ട്. ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക. ട്രാൻസ്ഫോം ഫങ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ df സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ കൊടുക്കുന്നത്. 2 ഡയമെൻഷണൽ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കൊടുക്കുക ഏജ് എന്ന് പറയുന്ന ഒരു കോളത്തിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്. റൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ df ഡോട്ട് ഈസ് നൾ ഫങ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് സമ്മും കൂടി കൊടുക്കാം. റൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ നൾ വാല്യൂസിനെ കംപ്ലീറ്റ് നമ്മൾ സിമ്പിൾ ഇമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എക്സും വൈയും കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൽ വിഷ്വലൈസേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുകയാണ്, ടാർജറ്റും ഫീച്ചേഴ്സുമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ എക്സ് ഈക്വൽസ് ഇത് കൊടുക്കുക, df ഡോട്ട് ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. ഡ്രോപ്പിൻ്റെ ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിൽ സർവൈവ്ഡ് എന്ന് പറയുന്ന കോളം നെയിം കൊടുക്കുന്നുണ്ട്. സർവൈവ്ഡ്
ദെൻ അതിന് ശേഷം കോമ ആക്സിസ് ഈക്വൽസ് 1 കൊടുക്കുന്നുണ്ട്. ദെൻ വൈ ഈക്വൽസ് ഇത് കൊടുക്കുക, ഡാറ്റ ഫ്രെയിം നെയിം സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൽ ആ ഒരു കോളം നെയിം സർവൈവർ കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യാം. എക്സും വൈയും കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആണ്. സോ അത് കൊടുക്കാം. എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ വൈ ട്രെയിൻ കോമ വൈ ടെസ്റ്റ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ട്രെയിൻ അണ്ടർസ്കോർ ടെസ്റ്റ് അണ്ടർസ്കോർ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് കോമ വൈ കോമ ഇത് കൊടുക്കുക. ടെസ്റ്റ് സൈസ് കൊടുക്കുക. ടെസ്റ്റ് സൈസ് ഈക്വൽസ് 0.2 ആണ് കൊടുക്കുന്നത്. കോമ റാൻഡം സ്റ്റേറ്റും കൂടി കൊടുക്കാം. റാൻഡം അണ്ടർസ്കോർ സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട് ഈക്വൽസ് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം കേട്ടോ. ഒരു 20 കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം റൺ ചെയ്യാം. ഓക്കെ, ഇനി എക്സ്ട്രെയിൻ്റെ ഷേപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്ട്രെയിൻ ഡോട്ട് ഇത് കൊടുക്കുക, ഷേപ്പ് കൊടുത്ത് നോക്കുക. 712 റോസും 5 കോളംസും ആണ് ഉള്ളത്. ഇനി നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാം. സോ മോഡൽ ഈക്വൽസ് എന്ത് കൊടുക്കുക, ഗോഷ്യൻ NB കൊടുക്കുന്നുണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, മോഡൽ ഡോട്ട് ഫിറ്റ് കൊടുക്കുന്നുണ്ട്. മോഡൽ ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുന്നുണ്ട്. റൺ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്, നമുക്ക് അതിൻ്റെ പെർഫോമൻസ് സ്കോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, സിംഗിൾ കോട്സിൽ ട്രെയിൻ സ്കോർ നോക്കാം. കോളൻ ഒരു സ്പേസ് ഇടുന്നുണ്ട്. ദെൻ കോമ ഇത് കൊടുക്കുന്നു. മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ട്രെയിൻ സ്കോർ അല്ല, സോ എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ നെക്സ്റ്റ് സെല്ലിൽ ഇത് കൊടുക്കുക, പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ ടെസ്റ്റ് സ്കോർ കൊടുക്കുന്നുണ്ട്. അഗൈൻ കോമ മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുക. ദെൻ റൺ ചെയ്യാം. ട്രെയിനിങ് സ്കോർ 76 ആണ്. ബട്ട് ടെസ്റ്റിംഗ് സ്കോർ എത്ര വരുന്നുണ്ട്, ഒരു 83 ലെവലൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ദെൻ നമുക്കിതിൻ്റെ വിഷ്വലൈസേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ബേസ് തിയർ ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. സോ ഇതിൽ ഗോഷ്യൻ ടൈപ്പിൽ വരുമ്പോൾ കണ്ടിന്യൂസ് ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗോഷ്യൻ NB എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗോഷ്യൻ നെയർ ബേസ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മളെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുവാണ്, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗോഷ്യൻ NB യൂസ് ചെയ്യുന്നത്. മൾട്ടിനോമിയൽ NB ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡിസ്ക്രീറ്റ് ഡാറ്റ ആയിരിക്കണം. അതേപോലെ വേർഡ് കൗണ്ട്, ഡോക്യുമെന്റ്, പിന്നെ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, സ്പാം ഡിറ്റക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, മൾട്ടിനോമിയൽ യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ ബെർണോളി ഉണ്ട്, ബെർണോളി നെയർ ബേസ് ഉണ്ട്. അത് ബൈനറി ഫീച്ചേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബെർണോളി എന്ന് പറയുന്നത്. സോ അതും കൂടി നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ബിക്കോസ് നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ബൈനറി ടൈപ്പ് അല്ലേ, സർവൈവ്ഡ് യെസ് ഓർ നോ എന്നല്ലേ. സോ ഇവിടെ നമുക്ക് ഗോഷ്യൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയായിരുന്നു. അതേപോലെ നമുക്ക് വേറൊരു മോഡലും കൂടി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എന്ത് കൊടുക്കാം, മോഡൽ 2 ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, ബെർണോളിയും കൂടി ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ ബെർണോളി NB ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇമ്പോർട്ട് ചെയ്യണമല്ലോ അല്ലേ, ബെർണോളിയും കൂടെ ആഡ് ചെയ്യാം. ഒരു കൺഫ്യൂഷൻ അങ്ങ് പോയിരിക്കുമല്ലോ. ടൈപ്പ് കൺസെപ്റ്റ് വരാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ മെയിൻലി ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. സോ ബെർണോളിയും കൂടെ ആഡ് ചെയ്തിട്ട് പറയാം.
ബെർണോളിയും കൂടെ ഉണ്ട്. സോ നെക്സ്റ്റിൽ എന്ത് കൊടുക്കാം? used for ബൈനറി ഫീച്ചേഴ്സ്, അതായത് ബൈനറി ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്, അതായത് വേർഡ് പ്രസന്റ് ഓർ നോട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ. അതേപോലെ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യും കേട്ടോ. ബൈനറി ഫീച്ചേഴ്സ് ഫോം ടെക്സ്റ്റ് അല്ല, ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷന് നമ്മൾ യൂസ് ചെയ്യും. മറ്റേതിൻ്റെ ആഡ് ചെയ്തിട്ടില്ലല്ലോ, ഗോഷ്യൻ്റെ കൂടി പറയാം. ഇത് കണ്ടിന്യൂസ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഗോഷ്യൻ യൂസ് ചെയ്യുന്നത്. used for handling continuous data. ഇതാണ് ഒരു ഓവർവ്യൂ വരുന്നത്. ബെർണോളി ഞാൻ വിട്ടുപോയിരുന്നു. സോ നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ബെർണോളി വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ എന്ത് ചെയ്യുക, BSCന്ന് ഗോഷ്യൻ കഴിഞ്ഞതിന് ശേഷം ഗോഷ്യൻ ഇമ്പോർട്ട് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു കോമ ഇട്ടിട്ട് ബെർണോളിയും കൂടെ ആഡ് ചെയ്താൽ മതി. വേറെ ചേഞ്ച് ഒന്നുമില്ല. ബെർണോളി NB ആ ഒരു ഡിഫറൻസ്, സ്പെല്ലിങ് തെറ്റിക്കരുത്. ദെൻ താഴത്തേക്ക് പോവുക, എന്ത് ചെയ്യുക, മോഡൽ ഈക്വൽ ടു ബെർണോളി NB നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ മുകളിൽ ചെയ്ത് സെയിം ഫോമാറ്റ് തന്നെ എന്ത് കൊടുക്കുക, തൊട്ട് താഴെ മോഡൽ ഡോട്ട് ഫിറ്റ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, എന്ത് കൊടുക്കുക, എക്സ്ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക. ദെൻ അതേപോലെ ട്രെയിനിങ് സ്കോറും ടെസ്റ്റിംഗ് സ്കോറും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ മോഡൽ 2 കൊടുക്കാൻ മറക്കരുത്. ദെൻ ഇത് റൺ ചെയ്ത് നോക്കുക. സോ നമ്മൾ ബെർണോളിൻ്റെ ഒരു മോഡലും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ മോഡലിന് പകരം മോഡൽ 2 കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇത് ചെക്ക് ചെയ്ത് നോക്കാം. സോ പെർഫോമൻസിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, അതായത് ട്രെയിനിങ്ങിൽ ഒരു പോയിന്റ് കൂടിയിട്ടുണ്ട്, ബട്ട് ടെസ്റ്റിങ്ങിൻ്റെ സ്കോറൊക്കെ സെയിം ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രിഡിക്ഷൻ്റെ കേസ് വരുന്നത്. തന്നെ നമുക്ക് വിഷ്വലൈസേഷൻ ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. സോ ഇതാണ് ബെർണോളി അല്ലെങ്കിൽ നെയ്ബേസിൻ്റെ ഒരു ഓവർവ്യൂ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡിസ്ക്രൈബ് ഇൻഫോ ഒന്നും ചെക്ക് ചെയ്ത് നോക്കില്ല അല്ലേ? ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ നൾ വാല്യൂസ് ഒക്കെ ഒത്തിരി ഉള്ളതല്ലേ. സോ നോക്കുക, ഡാറ്റ ഡോട്ട് ഇൻഫോ ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ ഡാറ്റ ഡോട്ട് ഡിസ്ക്രൈബ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് വാല്യൂസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടും. സോ ഡിസ്ക്രൈബ് ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റാനിക്കിൻ്റെ ആ ഒരു ഡാറ്റ ഫ്രെയിം വെച്ചിട്ട് നൾ വാല്യൂസ് ഉണ്ടോ എന്നുള്ളത് ഹീറ്റ് മാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നൾ വാല്യൂസ് ഉള്ളത് ഡാറ്റയിലായിരിക്കുമല്ലോ. സോ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് PLT ഡോട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. സോ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷ്വലൈസേഷനൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഫിഗർ കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, ഫിക്സ് സൈസ് കൊടുക്കുക, ഈക്വൽസ് ബ്രാക്കറ്റ്സ്. തന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഞാൻ 10/6 ആണ് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ SNS ഡോട്ട് ഹീറ്റ് മാപ്പ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഡാറ്റ ഡോട്ട് ഈസ് നൾ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്, ദെൻ കോമ, എന്താണ് സി ബാർ നമ്മൾ ഫോൾസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, സി ബാർ ഈക്വൽസ് ഫോൾസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ സി മാപ്പ് കളറ് നമ്മൾ ഏതാ കൊടുക്കുന്നത്, വെറൈറ്റി കളർ കൊടുക്കാം അല്ലേ. സോ ഇതൊന്ന് കൊടുത്ത് നോക്കാം ഏതാ കളർ വരുന്നത്.
ദെൻ നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം. സോ PLT ഡോട്ട് ടൈറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, മിസ്സിംഗ് വാല്യൂസ് ഹീറ്റ് മാപ്പ്. മിസ്സിംഗ് വാല്യൂസ് വെച്ചിട്ടുള്ള ഹീറ്റ് മാപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ നമുക്ക് PLT ഡോട്ട് ഷോ നമ്പർ കൊടുത്തിട്ട് അവസാനിപ്പിക്കാം. സോ ആ ഒരു ഹീറ്റ് മാപ്പ് എങ്ങനെ വരുന്നത് നോക്കാം. സോ കളർ വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബാർ ഗ്രാഫ് ആയിട്ടല്ല. ബാർ ഗ്രാഫ് സി ബാർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഔട്ട്ലയേഴ്സ് ഇതിനൊക്കെ വരുന്നതെന്നുള്ളത് പ്രോപ്പർ കളർ ഉണ്ടോ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്നുണ്ട്. സോ ഒരു കളർ വേരിയേഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്ത് കൊടുത്താൽ മതി, ലെജൻഡ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. PLT ഡോട്ട് ലെജൻഡ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, റൺ ചെയ്യാം. ഒന്നും വന്നില്ലല്ലോ, വേറെ കളേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും മേ ബി. ഒറ്റ കാര്യമല്ല നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇറ്റ്സ് ഓക്കെ. സോ നൾ വാല്യൂസ് ആണ് നമുക്കറിയാം. വേറെ കളർ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. ലെജൻഡ് പ്രോപ്പറായിട്ട് വരും. ഇതിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരാതിരുന്നത്. സോ ഇതിലാകെ 2 നൾ വാല്യൂസ് ആണുള്ളത്. അത് പ്രോപ്പറായിട്ട് നമുക്ക് എംബാക്ഡിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഏജിൽ അത്യാവശ്യമുണ്ട്, 177 ഉണ്ടായിരുന്നു. ആ സെയിം വേയിൽ തന്നെ ക്യാബിനിലാണ് ഏറ്റവും കൂടുതൽ നൾ വാല്യൂസ് ഉണ്ടായിരുന്നത്. സോ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് സർവൈവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം വെച്ചിട്ട് അതിൻ്റെ ടാർഗറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ ടാർഗറ്റ് വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ട് പ്ലോട്ട് വെച്ചിട്ട് വേണമെങ്കിൽ വിഷ്വലൈസ് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാറ്റ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വിഷ്വലൈസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് DF വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് വെച്ചിട്ട് കാണിച്ചു തരുന്നു മാത്രം. സോ ഒരു ബിഫോർ നമ്മുടെ ഡാറ്റ ഇനീഷ്യലി എങ്ങനെയായിരുന്നു എന്നുള്ളത് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. സോ SNS ഡോട്ട് എന്ത് കൊടുക്കുക, കൗണ്ട് പ്ലോട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, X ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ നമ്മുടെ കോളം നെയിം ഏതാണ്, സർവൈവ്ഡ് അല്ലേ, SURVIVED സർവൈവ്ഡ് കൊടുത്തിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യുക, നമ്മുടെ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ഡാറ്റ ഈക്വൽസ് ഡാറ്റ തന്നെ കൊടുക്കുന്നുണ്ട്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ അതിൻ്റെ ക്ലോസിങ് ഓക്കെ. സോ കൗണ്ട് പ്ലോട്ടിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ടൈറ്റിലും അതേപോലെ തന്നെ X ലേബിൾ ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് PLT ഡോട്ട് ടൈറ്റിൽ ആഡ് ചെയ്യുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, സർവൈവൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് കൊടുക്കാം. സർവൈവൽ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ അതിൻ്റെ ബ്രാക്കറ്റിൽ 0 എന്ന് പറയുന്നത് സർവൈവ് ചെയ്യാത്തവരും അതേപോലെ 1 എന്ന് പറയുന്നത് എന്താണ്, സർവൈവ് ചെയ്തവരുമാണ്. അതും കൂടി ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് യെസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. സോ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ X ലേബിളും Y ലേബിളും കൂടി ആഡ് ചെയ്യാം. സോ PLT ഡോട്ട് X ലേബിൾ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, സിംഗിൾ കോട്ട് കൊടുക്കാം. ഓക്കെ. സോ സർവൈവ്ഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ Y ലേബിളും കൂടി ആഡ് ചെയ്യാം. സോ PLT ഡോട്ട് Y ലേബിൾ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സ് കൊടുക്കുക. ദെൻ കൗണ്ട് കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ PLT ഡോട്ട് ഷോ കൊടുക്കാം. PLT ഡോട്ട് ഷോ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ദെൻ റൺ ചെയ്ത് നോക്കാം. ഇവിടെ Y വന്നിട്ടുണ്ട്. സോ സർവൈവ്ഡ് ആവാത്തവരെയും ആയവരെയും ഒരു കൗണ്ട് പ്ലോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതലും സർവൈവ് ചെയ്യാത്തവരെയാണ് ലിസ്റ്റ് വരുന്നത്. സർവൈവ് ചെയ്തവരും ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ജെൻഡർ വൈസ് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ നെക്സ്റ്റ് സെല്ലിൽ അതിൽ ഈ DF യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് ഔട്ട്ലയേഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഡാറ്റ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഈ ലേബിൾ എൻകോഡർ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ലേബിൾ എൻകോഡറിന് മുമ്പായിട്ട് ലേബിൾ എൻകോഡർ യൂസേജ് സെക്ഷന് ഈ റിമൂവ് ഓക്കെ നൾ വാല്യൂസിന് റിമൂവ് ചെയ്തിട്ടുള്ള പോർഷനാണ് കേട്ടോ ഞാൻ ചെക്ക് ചെയ്യുന്നത്. സോ ഇത് കഴിഞ്ഞതിന് ശേഷം ബിലോ എന്ത് കൊടുക്കുന്നുണ്ട്,
ജെൻഡർ ബേസിസിൽ സർവൈവ് ചെയ്തവരെ ലിസ്റ്റാണ് എടുക്കുന്നത്. സോ SNS ഡോട്ട് ഇവിടെ ഇപ്പോൾ സിംപ്ലി ഇമ്പ്യൂട്ട് വെച്ചിട്ട് നോൾ വാല്യൂഷൻ ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈച്ചിൽ ബൈ ജെൻഡർ അല്ല യൂസ് ചെയ്യാം. നമുക്ക് ഈ ഇനീഷ്യൽ ഡാറ്റ തന്നെ യൂസ് ചെയ്യാം. ബിലോയിൽ കൊടുക്കുക SNS ഡോട്ട് കൗണ്ട് പ്ലോട്ട് കൊടുക്കാം. SNS ഡോട്ട് കൗണ്ട് പ്ലോട്ട് കൊടുക്കുക. ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കാം, എക്സ് ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ആ കോളം നെയിം സെക്സ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ ഹ്യൂ കൊടുക്കുന്നുണ്ട്. ഹ്യൂ ഈക്വൽസ് എന്ത് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൽ. നമ്മളെ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്, സർവൈവ്ഡ് ആണ്. സർവൈവ്ഡ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ ഡാറ്റ ഈക്വൽസ് DF കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം. DF അല്ല, PLT ഡോട്ട് ടൈറ്റിൽ. PLT ഡോട്ട് ടൈറ്റിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, സർവൈവൽ ബൈ ജെൻഡർ. സർവൈവൽ ബൈ ജെൻഡർ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, PLT ഡോട്ട് ഷോ കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്ത് കൊടുക്കാം. സോ ഒരു കളർ വേരിയേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓരോ ജെൻഡർ ബേസിസിലാണ് സർവൈവ് ചെയ്തവരും ചെയ്യാത്തവരെയും ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ പാസഞ്ചേഴ്സ് ബേസിൽ അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് ക്ലാസ് വെച്ചിട്ട് നമുക്കാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. സോ അതിന് നമ്മൾ ഡാറ്റ തന്നെ യൂസ് ചെയ്യേണ്ടി വരും, ബിക്കോസ് നമ്മൾ അത് ഡിലീറ്റ് ചെയ്തായിരുന്നല്ലോ. സോ ഇതിലോ പോകുന്നുണ്ട് പാസഞ്ചർ ID ടിക്കറ്റ് ഫെയർ. ടിക്കറ്റ് എങ്ങനെയായിരുന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കാം വാല്യൂ, എന്നിട്ട് നമുക്ക് നോക്കാം. ക്യാബിനുണ്ട്. ഓക്കെ, ഈ P ക്ലാസിൻ്റെ പാസഞ്ചർ ക്ലാസിൻ്റെ ബേസിസിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഇവിടെ ഓക്കെ. സോ ഇവിടെ നമ്മൾ കൗണ്ട് പ്ലോട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ പ്ലോട്ട് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. കൗണ്ട് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, എക്സ് ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ P ക്ലാസ് കൊടുക്കുന്നുണ്ട്. കോമ ഹ്യൂ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുന്നുണ്ട്. സർവൈവ്ഡ് കൊടുക്കുന്നുണ്ട്. ഡാറ്റ ഈക്വൽ ടു ഡാറ്റ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, PLT ഡോട്ട് ടൈറ്റിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, കോട്ട്സിൻ്റെ ഉള്ളിൽ സർവൈവൽ ബൈ പാസഞ്ചർ ക്ലാസ് കൊടുക്കാം. പാസഞ്ചർ ക്ലാസ് ഏത് ക്ലാസ്സിലാണ് അവർ ഇടുന്നതെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, PLT ഡോട്ട് ഷോ കൊടുക്കാം. ദെൻ റൺ ചെയ്ത് നോക്കാം. എവിടെയാണ് ഇഷ്യൂ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലാസ്റ്റിലേക്ക് പോവുക. P ക്ലാസ് ഫോർ എക്സാൻട്രി ഡാറ്റ. ഓക്കെ, ആ നെയിം, അതായത് ആ കോളം നെയിം കറക്റ്റ് അല്ലേ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. സോ P ക്ലാസ് P ക്യാപിറ്റലാണ്, P ക്യാപിറ്റലാണ്. സോ അതാണ് അവിടുത്തെ ഇഷ്യൂ. യെസ്, ഓരോ ക്ലാസ് അനുസരിച്ചിട്ട് 3 ക്ലാസ്സസ് ആയിട്ടാണ് അതിൽ സെപ്പറേഷൻ വന്നിട്ടുള്ളത്. സോ ആ ക്ലാസ് അനുസരിച്ചിട്ട് സർവൈവ് ചെയ്തവരുടെ ലിസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. മെജോറിറ്റി സർവൈവ് ചെയ്യാത്തവർ തന്നെയാണ്. സോ ഫസ്റ്റ് ക്ലാസ്സിലുള്ളവർ മാത്രം കുറച്ചധികം പേര് സർവൈവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് ഇതിൽ വരുന്നുള്ളൂ. ദെൻ ഏജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് പ്ലോട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഔട്ട്ലയേഴ്സ് റിമൂവ് ചെയ്തിട്ടുള്ള ഗ്രാഫാണ് ചെയ്യാൻ പോകുന്നത്. PLT ഡോട്ട് ഫിഗർ കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, ഫിക്സ് സൈസ് കൊടുക്കുക. ദെൻ ഈക്വൽസ് ബ്രാക്കറ്റ്സിൽ സൈസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. 10,6 ഞാൻ കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് കൊടുക്കുക SNS ഡോട്ട് ഹിസ്റ്റ് പ്ലോട്ടാണ് ഞാൻ കൊടുക്കുന്നത്. SNS ഡോട്ട് ഹിസ്റ്റ് പ്ലോട്ട് കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റിൽ
ഡാറ്റ ഫ്രെയിം നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, കോളം നെയിം കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഡ്രോപ്പ് ചെയ്തിട്ടുള്ളതാണ്, സോ നമ്മൾ ഡ്രോപ്പ് തന്നെ ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഇവിടെ ഡ്രോപ്പ് തന്നെ കൊടുക്കാം കേട്ടോ. ദെൻ KD ഈക്വൽസ് ഇത് കൊടുക്കുന്നുണ്ട്, 2 കൊടുക്കുന്നുണ്ട്, കോമ ബിൻസ് ഈക്വൽ 30 കൊടുക്കുന്നുണ്ട്. സോ ഹിസ്റ്റോഗ്രാമിൻ്റെ നമ്മളിത് കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് ടൈറ്റിൽ കൊടുക്കാം. PLT ഡോട്ട് എന്ത് കൊടുക്കുക, ടൈറ്റിൽ ആഡ് ചെയ്യുക. ടൈറ്റിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഏജ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് സെല്ലിൽ PLT ഡോട്ട് എക്സ് ലേബിൾ ആഡ് ചെയ്യുക. എക്സ് ലേബിൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇത് ആഡ് ചെയ്യുക, ഏജ് കൊടുക്കുക. പിന്നെ അതേപോലെ PLT ഡോട്ട് വൈ ലേബിൾ ആഡ് ചെയ്യുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, ഫ്രീക്വൻസി കൊടുക്കുക. ദെൻ PLT ഡോട്ട് ഷോ കൊടുക്കുക, റൺ ചെയ്യാം. സോ ഏജ് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് സർവൈവൽ ലിസ്റ്റാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. സർവൈവൽ അല്ല അല്ലേ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫ്രീക്വൻസി. സർവൈവൽ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല. ഏജ് മാത്രമാണ്, ഏജ് ബേസിസിൽ ഇത്ര ഏജുള്ള ആൾക്കാരുണ്ടായിരുന്നു. മെയിൻലി 30 ആ ഒരു ഏജിലാണ് കൂടുതലും ആൾക്കാരുള്ളത്. സോ ആ ഒരു ഐഡിയ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഫെയർ ഡിസ്ട്രിബ്യൂഷൻ്റെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പത്തെ ബിക്കോസ് നമ്മൾ ഡ്രോപ്പ് ചെയ്തെടുക്കണല്ലോ. ഇത് കഴിഞ്ഞതിന് ശേഷം ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇവിടെ. അതായത് ഹിസ്റ്റ് പ്ലോട്ട് തന്നെയാണ് കൊടുക്കുന്നത്. PLT ഡോട്ട് ഇത് കൊടുക്കുന്നുണ്ട്, ഫിഗർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഫിക്സ് സൈസ് ഈക്വൽസ് കൊടുക്കുക, ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഞാൻ 10/6 തന്നെയാണ് കൊടുക്കുന്നത്. 10/6 കൊടുക്കുന്നുണ്ട്. ദെൻ ഇത് കൊടുക്കുക, SNS ഡോട്ട് ഏത് മാപ്പാണെന്നുള്ളത് കൊടുക്കുക, ഫോർമുല ഡോട്ട് ഹിസ്റ്റ് പ്ലോട്ടാണ് കൊടുക്കുന്നത്. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, ഫെയർ കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ KD ഈക്വൽസ് 2 കൊടുക്കുന്നുണ്ട്. അതേപോലെ ബിറ്റ്സ് ഈക്വൽസ് ഒരു 30 കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ടൈറ്റിൽ ആഡ് ചെയ്യാം. സോ PLT ഡോട്ട് ഇത് ആഡ് ചെയ്യുക, ടൈറ്റിൽ ആഡ് ചെയ്യുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഇത് കൊടുക്കുക, ഫെയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. സോ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ. അതേപോലെ നെക്സ്റ്റ് വൈ ലേബിൾ ആഡ് ചെയ്യാം. എക്സ് ലേബിളും വൈ ലേബിളും. എക്സ് ലേബിൾ ഫംഗ്ഷൻ ബ്രാക്കറ്റിലുള്ള സിംഗിൾ കോട്ട്സിൽ ഫെയർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ PLT ഡോട്ട് വൈ ലേബിൾ ആഡ് ചെയ്യുക, സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, ഫ്രീക്വൻസി കൊടുക്കുക. ദെൻ PLT ഡോട്ട് ഷോയും കൂടെ കൊടുക്കാം. നമുക്ക് നോക്കാം ഫെയർ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്താണ് ഷോയുന്നത്. ഓക്കെ, ഫെയറിൻ്റെ F ക്യാപിറ്റൽ ആവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. സോ കോളം നെയിം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. യെസ്, F ക്യാപിറ്റലാണ്. ഓക്കെ, ഫെയർ ഡിസ്ട്രിബ്യൂഷൻ്റെ നമുക്കിവിടെ വരുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഡാറ്റ വരുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ എന്താണ് ഒരു പ്ലോട്ട് സർവൈവ് ഏജ് ബേസിസിൽ എത്ര പേര് സർവൈവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്ലോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അതും കൂടി ചെയ്തിട്ട് അവസാനം കിട്ടും. സോ ഇത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴെയായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. കൊടുക്കുക, ഞാനിപ്പോൾ PLT ഡോട്ട് ഫിഗർ ഒന്നും കൊടുക്കുന്നില്ല, ഡയറക്റ്റ്ലി പ്ലോട്ടിങ്ങിൻ്റെ കേസ് കൊടുക്കുകയാണ് കേട്ടോ. SNS ഡോട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, KD പ്ലോട്ടാണ്, അതായത് ആ ഒരു ലൈനിൻ്റെ ആ ഒരു പ്ലോട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ബ്രാക്കറ്റ്സിൽ ഡാറ്റ ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡാറ്റ അഗെയിൻ കൊടുക്കുന്നുണ്ട്.
again square bracket single quotes എന്ത് കൊടുക്കുക survived കൊടുക്കുക survived ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് അതിന് ശേഷം ഡബിൾ ഈക്വൽസ് 1 സർവൈവ് ചെയ്തോരുടെ ലിസ്റ്റാണ് നമുക്ക് വേണ്ടത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മളിവിടെ ആഡ് ചെയ്തത്. ഇവിടെ എ കൊടുക്കാൻ മറക്കരുത്. ദെൻ സർവൈവ്ഡ് ഈക്വൽസ് 1 കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇത് കൊടുക്കുക ഹ്യൂ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ ആ ഒരു കോളം നെയിം കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഫില്ലിംഗ് ഒക്കെ ട്രൂ ആയിട്ട് കൊടുക്കാം. കളറൊക്കെ ഫില്ല് ചെയ്യണം. അതേപോലെ കോമൺ നോംസ് വേണമെങ്കിൽ കൊടുക്കാം, ഫാൾസ് ആയിട്ട് കൊടുക്കാം, ഒന്നും വേണ്ട. ദെൻ ആൽഫ ഈക്വൽ 0.5 കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം. സോ plt ഡോട്ട് ടൈറ്റിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സ് കൊടുക്കുക. ദെൻ അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവൈവേഴ്സ് ആക്കാം അല്ലേ, സർവൈവേഴ്സ് ബൈ ജെൻഡർ കൊടുക്കാം. ഓക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് നെക്സ്റ്റ് ഇഷ്യൂ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഷൂ കൊടുത്തതിൻ്റെ എസ് ക്യാപിറ്റലായിട്ട് കൊടുത്തിട്ടില്ലെന്ന് ചെക്ക് ലോവർ കേസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ അഗെയിൻ അവിടെ തന്നെയാണോ ഒരു സ്പേസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട് ഈക്വൽസ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ അഗെയിൻ അവിടെ തന്നെയാണോ ഇഷ്യൂ വരുന്നത്. The following variable is not accessible. The following variable cannot be assigned with a void room data. Wait. ഞാൻ തൽക്കാലത്തേക്ക് ഈ ഹ്യൂ ഒന്ന് കളയുന്നുണ്ട്, നോക്കാൻ വരുന്നുണ്ട്. ഓക്കെ ഞാൻ തൽക്കാലത്തേക്ക് ഹ്യൂ കളഞ്ഞിട്ടുണ്ട്. അല്ലാത്ത ഡീറ്റെയിൽസ് ആണ് ഈ വന്നിരിക്കുന്നത്. അതായത് ഏജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആണ് ഈ വന്നിരിക്കുന്നത്. ഇനി സർവൈവ് ചെയ്തവരെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫാണ് വന്നിരിക്കുന്നത്. ഏജിൻ്റെ ബേസിസിൽ ഇതോ കണ്ടോ ഒറ്റ ഇതേ വരുന്നുള്ളൂ. സോ യെല്ലോ പി ക്ലാസ്സിനെയും അതേപോലെ ഏജ് എന്ന് പറയുന്നത് ക്ലാസ് ബേസിൽ ഏജ് എന്ന് പറയുന്നത് ഏതാണ് ഈ ഒരു കുഞ്ഞു ഗ്രീൻ കളറാണ് വരുന്നത്, ബാക്കിയൊന്നും വരുന്നില്ല. സോ ഇതിൻ്റെ ഡെൻസിറ്റി നമുക്ക് കുറച്ചും കൂടി അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വേറെ പ്ലോട്ട്സ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സോ അതേപോലെ എംബാർക്കേഷൻ അതായത് എംബാർക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ കോളം വെച്ചിട്ടും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൗണ്ട് പ്ലോട്ട് ചെക്ക് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ഹ്യൂ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് സോ ഐദർ കൗണ്ട് പ്ലോട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാണ്. എന്ത് കൊടുക്കുക SNS ഡോട്ട് കൗണ്ട് പ്ലോട്ട് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക എക്സ് ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ ആ കോളം നെയിം കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തതിൻ്റെ സെയിം തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ സർവൈവ്ഡ് കൊടുക്കുക. ദെൻ അതിൻ്റെ ഇത് കൊടുക്കുക ഹ്യൂവും കൂടി അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഹ്യൂ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ കോമ ഇത് കൊടുക്കാം ഡാറ്റ ഈക്വൽസ് ഞാൻ ഡാറ്റ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ ടൈറ്റിലൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫ്ലോട്ടിംഗ് ആണ്. എന്താണ് ഇവിടെ ഇഷ്യൂ വരുന്നത് ഒരു കോളം കൊടുക്കുമ്പോൾ വാല്യൂ കൗണ്ട് could not interpret the values x for q and ഓക്കെ ഇതിൽ സെക്സ് എന്ന് പറയുന്നത് മേ ബി കാറ്റഗോറിക്കൽ കോളം ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം മേ ബി ഈ ഒരു ഇഷ്യൂ വരുന്നത്. യെസ് അതിൻ്റെ ആയിരുന്നു ആ ഇഷ്യൂ. അത് ന്യൂമറിക്കൽ കൊടുത്താൽ മതി കേട്ടോ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ കാറ്റഗോറിക്കലിനെ കംപ്ലീറ്റ്ലി എന്താക്കിയിട്ട് മാറ്റും ന്യൂമറിക്കൽ ആക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇത് ഞാൻ കളയുന്നുണ്ട്. ഇതിന് പകരം എന്ത് വേണമെങ്കിലും കൊടുക്കാം. സർവൈവ്ഡ് വെച്ചിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. സർവൈവ്ഡും അതേപോലെ എംപാക്ഡ് വെച്ചിട്ടും സർവൈവ്ഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ.
എംബാക്ട് എന്ന് പറയുന്ന ഒരു കോളം ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൗണ്ട് പ്ലോട്ട് നമുക്ക് ഇവിടെ കിട്ടും. സോ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഈ സെയിം സംഭവം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൺവേർട്ട് ചെയ്തത് വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ലേബിൾ ആൻഡ് ബോർഡർ കൺവേർഷൻ കഴിഞ്ഞതിന് ശേഷം, അതിന് മുമ്പായാലും ഓക്കെ. സോ ഇതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം ബിലോ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിലെന്ത് ചെയ്യുക, ഇവിടെ കഴിഞ്ഞതിന് ശേഷം ക്യൂ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, 6 കൊടുക്കുന്നുണ്ട്. ശേഷം ഫോം കൊടുക്കുന്നു, റൺ ചെയ്യുന്നു. സ്റ്റിൽ വാല്യൂ എററാണോ? The following variable cannot be assigned with wide range. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം കേട്ടോ. ഐ തിങ്ക് ആ ക്യൂ കൊടുക്കുന്നത് റെഡി ആവുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കോളത്തിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും. സോ അത് ഞാൻ കളയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ സെല്ലിനെ ഞാൻ തൽക്കാലത്തേക്ക് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ടൈറ്റാനിക്കിൻ്റെ വിഷ്വലൈസേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിഡിക്ഷൻ്റെ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ. കോറിലേഷൻ്റെ ചെക്ക് ചെയ്ത് നോക്കുക, അത് നെക്സ്റ്റ് ഡേ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഫാമിലി സൈസ് ആണെങ്കിൽ പെയർ പ്ലോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഡേക്ക്. സോ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക് യു. Thank you.